നമ്മുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കർ അഥവാ സുബ്രഹ്മണ്യം ജയശങ്കർ അദ്ദേഹം ഇപ്പോൾ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. ഈ വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പക്ഷേ അദ്ദേഹം റഷ്യയിലേക്ക് പോകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇപ്പോഴിതാ നമ്മൾ സംയുക്തമായി ചേർന്നുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി തിങ്കളാഴ്ച ഡൽഹിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ ചൈന ബന്ധം ഒരു നല്ല പ്രവണത കാണിക്കുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങളും പരസ്പരം എതിരാളികളായിട്ടല്ല പങ്കാളികളായി കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് ഈ കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിൻ്റെ 75ാം വാർഷികമാണ് ഈ വർഷം. മുൻകാല സംഘർഷങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ കഴിയുമെന്ന് വാങ് പറഞ്ഞു. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഏകപക്ഷീയമായിട്ടുള്ള ഭീഷണികൾ ഇനി പ്രവർത്തിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം യുഎസിനെ വിമർശിച്ചു. ലോകത്തിൻ്റെ ഏറ്റവും വലിയ വികസ്വര രാജ്യങ്ങൾ എന്ന നിലയിൽ ഇന്ത്യയും ചൈനയും ആഗോള ഉത്തരവാദിത്തബോധം പ്രകടിപ്പിക്കുകയും ഐക്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയാണ് വാങ് യി ഊന്നി പറഞ്ഞത്. അതിർത്തി തർക്കത്തെക്കുറിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും വാങ് യി ചർച്ച നടത്തി. അതിർത്തിയിൽ സമാധാനം നിലനിർത്തുന്നതിനും ഇന്ത്യൻ തീർത്ഥാടകർക്കായി ടിബറ്റ് തീർത്ഥാടനം പുനരാരംഭിക്കുന്നതിനും ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കുന്നു. 2020 ഗാൽവാൻ ഏറ്റുമുട്ടലിന് ശേഷം ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമമായാണ് വാങ് ഈ സന്ദർശനത്തെ കാണുന്നത്. എന്തായാലും ഇന്ത്യ സന്ദർശന വേളയിൽ വാങ് യുഎസിനെ രൂക്ഷമായിട്ടാണ് വിമർശിച്ചത്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, ഏകപക്ഷീയമായ ഭീഷണികൾ ഉയർത്തുന്ന പ്രവണതകൾ വർദ്ധിച്ചു വരികയാണ്, അതിനി പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരോക്ഷമായിട്ടാണ് യുഎസിനെ പരിഹസിച്ചത്. സ്വതന്ത്ര വ്യാപാരത്തിനും അന്താരാഷ്ട്ര ക്രമത്തിനും ഗുരുതരമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നു. 2.8 ബില്യണിലധികം ജനസംഖ്യയുള്ള രണ്ട് വലിയ വികസ്വര രാജ്യങ്ങൾ എന്ന നിലയിൽ ചൈനയും ഇന്ത്യയും ആഗോള ഉത്തരവാദിത്ത ബോധം പ്രകടിപ്പിക്കുകയും സൂപ്പർ പവറായി പ്രവർത്തിക്കുകയും ഐക്യത്തിലൂടെ വികസ്വര രാജ്യങ്ങൾക്ക് ഒരു മാതൃക കാണിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയും ചൈനയും ലോകത്തിന് സംഭാവന നൽകുകയും അന്താരാഷ്ട്ര ബന്ധങ്ങൾ ജനാധിപത്യവൽക്കരിക്കാൻ സഹായിക്കുകയും വേണമെന്ന് അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.